ഇതിനാണെങ്കിലും അല്ലെങ്കിലും. പിന്നെ എന്താണ് ചോദ്യം? എന്താണ് ചോദിക്കാമോ? തഹജ്ജുദ് നിസ്കാരം കണ്ടിന്യൂ ചെയ്യണോ? അതിന്റെ ഹുക്മ് എന്താ? തഹജ്ജുദ് നിസ്കാരം കണ്ടിന്യൂ പറഞ്ഞാൽ ഒരു ദിവസം നിസ്കരിച്ചാൽ പിന്നെ പിറ്റേ നിസ്കാരം അങ്ങനല്ല. സുന്നത്ത് നിസ്കാരമാണ്. സുന്നത്ത് നിസ്കാരം നിസ്കരിക്കാനും നിസ്കരിക്കാതിരിക്കാനൊക്കെ ഉള്ള അവകാശം അത് ചെയ്യുന്ന ആളുകൾക്കുണ്ട്. അത് മാത്രം ഇനി സുന്നത്ത് നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചു അത് മുറിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നേരെ വെച്ചാൽ ഫർദ് നിസ്കാരം അതല്ല, കാരണമില്ലാതെ മുറിക്കൽ ഹറാമാണ്. ഒരാൾ ഫർദ് നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചു, കാരണമില്ലാതെ ആ ഫർദ് നിസ്കാരമാണ് മുറിക്കുക, അതിനോട് കൈയഴിച്ചു പോകുക, അത് ഹറാമാണ് കാരണം ഇല്ലാതെ. നേരെ മറിച്ച് സുന്നത്ത് നിസ്കാരം അതല്ല. സുന്നത്ത് നിസ്കാരത്തിൽ ഒരാൾ പ്രവേശിച്ചു, അവർക്ക് കുറച്ചു നേരം കഴിഞ്ഞിട്ട് തോന്നി എന്തായത് ഞാൻ ഇപ്പൊ നിസ്കരിക്കുന്നില്ല, എന്നാൽ അവന് കൈയഴിച്ച് പോവാം, യാതൊരു വിരോധവും ഇല്ല. അതുപോലെ തന്നെ സുന്നത്തിന് ഒരാൾ നിസ്കരിക്കണില്ല നിൽക്കുക, എന്നാലും അതൊന്നും കുഴപ്പമില്ല. ആ നിസ്കരിച്ചതിന്റെ കൂലി നമുക്ക് കിട്ടൂലെന്ന് അത്രയാണ്. അപ്പൊ സുന്നത്ത് നിസ്കാരം ഒരാൾ കുറച്ച് ദിവസം നിസ്കരിച്ചു, അതുകൊണ്ട് ഇനി എല്ലാ ദിവസവും നിസ്കരിക്കാൻ നിർബന്ധമാണ്, അങ്ങനെ ഇല്ല. നിസ്കരിച്ചാൽ അതിന്റെ കൂലി കിട്ടും, നിസ്കരിച്ചില്ലെങ്കിൽ കൂലി കിട്ടാത്തതിനോട്. പക്ഷെ എന്നാലും ഒരു വിഷയമുണ്ട്. ഒരാൾ സാധാരണ നിസ്കരിക്കുന്ന ഒരു നിസ്കാരം അല്ലെങ്കിൽ സാധാരണ ചെല്ലുന്ന ഒരു വിറുദ് ഉണ്ടല്ലോ, അത് പിന്നീട് നിർത്തിവെക്കാതിരിക്കലാണ് ഏറ്റവും ഉത്തമം. നിർത്തിവെക്കൽ ഹറാമായ വിഷയമൊന്നല്ല, നിർത്തിവെക്കുന്നതിനെ കൊണ്ട് വിരോധമൊന്നുമില്ല, പക്ഷെ നിർത്തിവെക്കാതിരിക്കലാണ് ഉത്തമം. അതിന് പല കാരണങ്ങൾപ്പെട്ട ഒരു കാരണമാണ് ഈ സാലിഹായ അമലുകൾക്കൊക്കെ മുഅക്കലീങ്ങളായ മലക്കുകൾ ഉണ്ടാകും. നമ്മൾ സാധാരണ ഒരു ദിക്ർ ചെല്ലാൻ നിൽക്കുക, ആ ദിക്റിന് ഏൽപ്പിക്കപ്പെട്ട അതിന്റെ ഖാദിമീങ്ങളായ മലക്കുകൾ ഉണ്ടാവും. ഓരോ ദിക്റിനുണ്ടാവും. അത് നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് അങ്ങനെ ചെല്ലാണ്, അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്കുകൾ ഉണ്ടാവും. അസ്തഗ്ഫിറുല്ലാഹ് അല്ലയും ചെല്ലാണ്, അപ്പൊ അതുകൊണ്ട് ഏൽപ്പിക്കപ്പെട്ട, അല്ലെങ്കിൽ സുബ്ഹാനല്ലാഹ് ചെല്ലാണ്, അതിനെ ഏൽപ്പിക്കപ്പെട്ട മലക്കുകൾ ഉണ്ടാവും. അപ്പൊ ആ മലക്കുകളുടെ സാന്നിധ്യമൊക്കെ ഉണ്ടാവും. അപ്പൊ ഇവർ സാധാരണ ചെല്ലുന്ന സമയം ഉണ്ടല്ലോ, ഉദാഹരണം പറയുകയാണെങ്കിൽ ഇവർ സുബഹിന്റെ ശേഷമാണ് അത് ചെല്ലാറ് നിൽക്കുക. അപ്പൊ ആ ചെല്ലുന്ന സമയത്ത് ഈ മലക്കുകളൊക്കെ അത് പ്രതീക്ഷിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കും, ഇപ്പനെ ചെല്ലും, അപ്പൊ അതിലൊക്കെ അവർക്ക് പങ്കെടുക്കണം, അതൊക്കെ അവർക്ക് അള്ളാഹുലേക്ക് എത്തിക്കണം. അങ്ങനത്തെ ആ സന്തോഷത്തിലേക്ക് അവരിങ്ങനെ നിൽക്കുകയാണ്. അത് സംബന്ധമായ ഖിദ്മത്തുകളിലൊക്കെ അവർ ഏർപ്പെടണം എന്നാ സന്തോഷത്തോട് കൂടി നിൽക്കുക. പക്ഷെ അന്നോല് വന്നിട്ട് ഇവൻ ചെല്ലണില്ല. അപ്പോഴോ ഇവര് വലിയ സന്തോഷത്തിൽ വന്ന മലക്കുകളെ ഇവരാണ് അത് ചെല്ലണില്ല. അപ്പൊ അവർ തിരിച്ചു പോകൽ ഒരു നീരസത്തോട് കൂടിയായിരിക്കും. അല്ലേ, വല്ലാത്തൊരു ചെങ്ങായി, ഞങ്ങൾ ഇത്ര പ്രതീക്ഷയോട് കൂടി വന്നിട്ട് അവനത് ചെല്ലണില്ലല്ലോ. അപ്പൊ അവരുടെ മുഖറബീങ്ങളായ മലക്കുകളുടെ ഭാഗത്തു നിന്ന് ഇവനോടുണ്ടാകുന്ന ഒരു നീരസം, വെറുപ്പ് എന്നല്ല, ഒരു നീരസം ഉണ്ടല്ലോ, അതിനവൻ കാരണക്കാരനായി തീരും. അത് അപ്പൊ സാധാരണ നിസ്കരിക്കുന്ന നിസ്കാരം, സാധാരണ ചെല്ലുന്ന ദിക്റുകളൊക്കെ നിർത്തിവെക്കാതിരിക്കലാണ് ഉത്തമം. നിർത്തിവെച്ചാൽ ഇങ്ങനെ ചില വിഷമങ്ങൾ ഉണ്ട് എന്ന്. അതേ സമയത്ത് നിർത്തിവെക്കുന്ന കൊണ്ട് വിരോധമൊന്നുമില്ല, ഹറാമൊന്നുമല്ല. അത് പ്രധാന വിഷയം. തഹജ്ജുദ് നിസ്കാരം അതുകൊണ്ട് ഒരാളിഞ്ഞ് തഹജ്ജുദ് ഞാൻ നിസ്കരിക്കണില്ല, കാരണം അത് നിസ്കരിക്കാൻ പിന്നെ എന്തും നിസ്കരിക്കേണ്ടി വരും എന്നാലും മനസ്സിലാക്കണ്ട. എത്ര ദിവസമാണ് നിസ്കരിക്കാൻ സാധിച്ചാൽ അത്രയും നിസ്കരിക്കുന്നതിന്റെ കൂലിയുണ്ട്. എന്നാൽ ഏറ്റവും ഉത്തമം അത് തുറന്നു കൊണ്ടുപോകൽ തന്നെയാണ്. പിന്നെ അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദ്, അസ്ർ ബറാഅത്തിന്റെ യാസീൻ ഓതേണ്ടത് ദിവസം മാറുന്നത് സൂര്യൻ അസ്തമിച്ചല്ലേ? മഗ്രിബിന്റെ ശേഷമല്ലേ യാസീൻ ഓതേണ്ടത്? അസ്ർ യാസീൻ ഓതാൻ കാരണം എന്താണ്? അത് കാരണത്തിന്റെ വിഷയമല്ല. ബറാഅത്തിന്റെ അന്ന് 3 യാസീൻ ഓതാറുണ്ട്. അത് സാധാരണ അസറിന്റെ ശേഷമാണ് ഓതാറ്, അല്ലേ? അതിന് കാരണം എന്താണ്? കാരണം എന്തെങ്കിലും ആയിക്കോട്ടെ, കാരണം നമുക്ക് ഇങ്ങനെ ചിന്തിക്കാലോ. ഇനി മഗ്രിബിന്റെ ശേഷം ഒരു പുണ്യരാത്രി വരികയാണ്. ഈ മഗ്രിബിന്റെ ശേഷം ഒരു പുണ്യരാത്രി വരികയാണ്, ബറാഅത്ത് എന്ന് പറയുന്ന പുണ്യരാത്രി വരികയാണ്. അതിനെ സ്വീകരിക്കാൻ വേണ്ടി അസറിന്റെ ശേഷം തന്നെ അവന് ഒരുങ്ങുക, അങ്ങനെയല്ലോ. അസറിന്റെ ശേഷം തന്നെ ഒരുങ്ങുക. വ്യാഴാഴ്ച അസർ മുതൽ വെള്ളിയാഴ്ചയുടെ സുന്നത്തുകൾ തുടങ്ങുന്ന. വ്യാഴാഴ്ച അസറിന്റെ ശേഷം നഖമുറിക്കൽ സുന്നത്ത്. അതെന്താണ്? വെള്ളിയാഴ്ചന്റെ സുന്നത്താണത്. വെള്ളിയാഴ്ചന്റെ സുന്നത്തിൽപ്പെട്ടതാണ് ഇത്. നഖം മുറിക്കുക, നീക്കം ചെയ്യൽ, സുന്നത്തായ മുടികളൊക്കെ നീക്കം ചെയ്യുക, അതൊക്കെ വെള്ളിയാഴ്ചന്റെ സുന്നത്താ. അത് എപ്പോൾ ചെയ്യലാ സുന്നത്ത്? വെള്ളിയാഴ്ച ചെയ്യലല്ല സുന്നത്ത്, വ്യാഴാഴ്ച അസറിന്റെ ശേഷം ചെയ്യല. എന്താ കാരണം? അത് വെള്ളിയാഴ്ച മഗ്രിബ് ആയ പിന്നെ വെള്ളിയാഴ്ചന് ആ മഗ്രിബ് ആ വെള്ളിയാഴ്ചയെ വരവേൽക്കാൻ വേണ്ടിയുള്ള ഒരുക്കങ്ങൾ അവൻ അസറിന്റെ ശേഷം തന്നെ തുടങ്ങിയിരിക്കുന്നു. അതാ അതുണ്ടാവൂല, അങ്ങനല്ലേ? അതുണ്ടാവും. അങ്ങനെ
അതുപോലെ തന്നെ മഗ്രിബായാൽ ബറാഅത്ത് രാവാണ്. ആ ബറാഅത്ത് രാവിനെ എതിരേൽക്കാനുള്ള അവന്റെ ഒരുക്കം അസറിന്റെ ശേഷം തന്നെ തുടങ്ങിയിരിക്കുന്നു. അസറിന്റെ ശേഷം സംസ്കാരത്തിൽ കഴിഞ്ഞാൽ അവൻ ഒതുക്കെ എടുത്ത് 3 യാസീനൊക്കെ ഓതി ദുആ ചെയ്ത് ഇസ്തിഗ്ഫാറും പിന്നെ ഒക്കെ നടത്തി ആ ബറാഅത്ത് രാവിനെ വരവേൽക്കാൻ വേണ്ടി അവനെ ഒരുങ്ങിയിരിക്കുന്നു. അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായിരിക്കാം ഇൻഷാ അല്ലാഹ് നമുക്ക് ബറാഅത്ത് രാവിനെ സംബന്ധിച്ച് നമ്മുടെ ബുശ്റാക്കും യൗമിൽ നല്ലൊരു ക്ലാസ് നമുക്ക് അടുത്ത് പ്രതീക്ഷിക്കാവുന്നതാണ് ഇൻഷാ അല്ലാഹ്. ഇന്ന് ബുശ്റാക്കും യൗമിൽ ഞായറാഴ്ച അല്ലേ? ഇന്ന് ബുശ്റാക്കും യൗമിൽ സംസാരിക്കുക അബ്ദുൽ ബാരി ഹുദവിയാണ് ഇൻഷാ അല്ലാഹ്. നാളെ ബഹുമാനപ്പെട്ട ജലീൽദാരിനിയാണ് നല്ലൊരു വിഷയമാണ് സലാത്ത്. സലാത്ത് അതിന്റെ വിവിധ രൂപങ്ങളും അതിന്റെ ശ്രേഷ്ഠതകളും ഒക്കെ വിവരിക്കുന്ന ക്ലാസ്സാണ് നാളെ ഇൻഷാ അല്ലാഹ്. ഇന്ന് അബ്ദുൽ ബാരി ഹുദവിയുടെ ക്ലാസ് ആയിരിക്കും ഉണ്ടാവുക. മറ്റൊരു ചോദ്യം, തഹജ്ജുദ് മുടങ്ങിയാൽ ഖളാ വീട്ടാൻ പറ്റുമോ? തഹജ്ജുദ് മുടങ്ങിയാൽ മാത്രമല്ല വഖത്ത് നിശ്ചയിക്കപ്പെട്ട ഏത് സുന്നത്ത് നിസ്കാരവും ഖളാ വീട്ടൽ സുന്നത്താണ്. വഖത്ത് നിശ്ചയിക്കപ്പെട്ടേ സുന്നത്ത് നിസ്കാരം 2 തരക്കുണ്ടാവില്ല അല്ലേ? ഒന്ന് വഖത്ത് നിശ്ചയിക്കപ്പെട്ട സുന്നത്ത് നിസ്കാരം ഉണ്ടാവും, മറ്റൊന്ന് പിന്നെ കാരണം ഉള്ള സുന്നത്ത് നിസ്കാരം ഉണ്ടാവും. വഖത്ത് നിശ്ചയിക്കപ്പെട്ട സുന്നത്ത് നിസ്കാരം എന്ന് പറഞ്ഞാൽ ആ സുന്നത്ത് നിസ്കാരം തുടങ്ങാനൊരു സമയമുണ്ട്, അത് അവസാനിക്കാനൊരു സമയമുണ്ട്. അങ്ങനെയുള്ള സുന്നത്ത് നിസ്കാരം ഉദാഹരണം പറയുകയാണെങ്കിൽ ളുഹ അല്ലേ? ളുഹ അത് തുടങ്ങാനൊരു സമയമുണ്ട്. എപ്പോഴാ തുടങ്ങുക? സൂര്യൻ ഉദിച്ച് നമ്മുടെ ദൃഷ്ടിയിൽ ഒരു 7 മുഴം ഉയർന്നു, അതിനുശേഷം അതിന്റെ വഖത്ത് ആരംഭിക്കുന്നു. ളുഹറിന്റെ സമയത്തിന്റെ അല്പം മുമ്പായി അത് അവസാനിക്കുകയും ചെയ്യുന്നു. അപ്പൊ എന്താ? ളുഹാസ്കാരം വഖത്ത് മുവഖത്തായ സുന്നത്താണ്, വഖത്ത് നിശ്ചയിക്കപ്പെട്ട സുന്നത്താണ്. അതുപോലെ തന്നെ വിത്ർസ്കാരം, വിത്രപ്പോഴാണ്? ഇശാസ്കാരം കഴിഞ്ഞ ശേഷം സുബഹിന്റെ മുമ്പായി നിസ്കരിക്കുന്നത് വിത്ർസ്കാരം. തഹജ്ജുദ്സ്കാരം എപ്പോഴാണ്? രാത്രി ഉറങ്ങിയ ശേഷം സുബഹിന്റെ മുമ്പായിട്ട് നിസ്കരിക്കുന്നത്. അങ്ങനെ ഈ വഖത്ത് നിശ്ചയിക്കപ്പെട്ട സുന്നത്ത് നിസ്കാരം അതൊക്കെ ഖളാ ആയി പോയാൽ അത് ഖളാ വീട്ടൽ സുന്നത്താണ്. ഇനി വേറെ ചില സുന്നത്ത് നിസ്കാരങ്ങളുണ്ട്, അത് അതിന് വഖത്ത് ഉണ്ടാവൂല, പിന്നെയോ വഖത്ത് നിശ്ചയിക്കപ്പെട്ടതല്ല, കാരണം ഉള്ളതാണ്. ഉദാഹരണം പറയാൻ ഗ്രഹണ നമസ്കാരം എന്താ? അതിന് വഖത്തല്ല, അത് കാരണം. എന്താ കാരണം? സൂര്യഗ്രഹണം ഉണ്ടായി അല്ലെങ്കിൽ ചന്ദ്രഗ്രഹണം ഉണ്ടായി, അപ്പോൾ സുന്നത്താണ് ഗ്രഹണ നമസ്കാരം. ആ ഗ്രഹണം മാറിയാലോ ആ കാരണം മാറുകയും ചെയ്തു, കാരണം പോയി അവിടെ, അപ്പൊ പിന്നെ ഖളാ വീട്ടൽ സുന്നത്തില്ല. അതുപോലെ തന്നെ മഴയെ തേടിക്കൊണ്ടുള്ള നിസ്കാരം എന്താ? അതിന് കാരണം മഴ ഇല്ലാതിരിക്കുക എന്നുള്ളതാണ് അതിന് കാരണം. അങ്ങനെ മഴ പെയ്തു നിൽക്കുക, അപ്പൊ ആ കാരണം പോയി. അപ്പൊ ഇസ്തിസ്ഖാ നിസ്കാരം, മഴയെ തേടിക്കൊണ്ടുള്ള നിസ്കാരം, അത് ഖളാ വീട്ടലില്ല. അപ്പൊ സുന്നത്ത് നിസ്കാരങ്ങളിൽ നിന്ന് വഖത്ത് നിശ്ചയിക്കപ്പെട്ട സുന്നത്ത് നിസ്കാരം നഷ്ടപ്പെട്ടു പോയാൽ അത് ഖളാ വീട്ടൽ സുന്നത്താണ്. അതുപോലെ തന്നെ നേരെ മറിച്ച് കാരണം ഉള്ള സുന്നത്ത് നിസ്കാരങ്ങൾ, അത് ആ കാരണം പോയാലോ അപ്പോ ഖളാ വീട്ടൽ സുന്നത്തും ഇല്ല. തഹയ്യത്ത് നിസ്കാരമൊക്കെ അങ്ങനെ തന്നെ കാരണമുള്ള നിസ്കാര. തഹയ്യത്ത് നിസ്കാരേ പള്ളിയിൽ പ്രവേശിക്കുവാനാണ് കാരണം. ഒരാൾ പള്ളിയിൽ പ്രവേശിച്ചു, അവൻ രീതിയില ഇരിക്കുന്നതിന് മുമ്പായിട്ട് തഹയ്യത്ത് നിസ്കരിച്ചില്ല, പിന്നെ ഖളാ വീട്ടണം? ഇല്ല. ഖളാ വീട്ടാൻ പറ്റുമോ? ഇല്ല, അത് ഖളാ വീട്ടാൻ പറ്റുകയില്ല. പെരുന്നാസ്കാരമൊക്കെ ഖളാ വീട്ടും. പെരുന്നാസ്കാരത്തിന് സമയമുണ്ട്. പെരുന്നാസ്കാരം സമയം നിശ്ചയിക്കപ്പെട്ട നിസ്കാരമാണ് പെരുന്നാസ്കാരം. അത് അതിന് ഉണ്ടല്ലോ. അപ്പൊ പെരുന്നാസ്കാരം ഖളാ വീട്ടണം, ഖളാ വീട്ടൽ സുന്നത്താണ്. ഇവിടെ യാനത്തിന്റെ ഭാഗത്ത് ഖൗലുഹു വയുൻദബു ഖളാഉ നഫ്ലിൻ മുഅഖത്തിൻ, വഖത്ത് നിശ്ചയിക്കപ്പെട്ട സുന്നത്ത് നിസ്കാരം ഖളാ വീട്ടൽ സുന്നത്താക്കപ്പെടും. വദാലിക അത് ലിഉമൂമി ഖബരി മൻ നാമ അൻ സ്വലാത്തിൻ ഔ നസിയഹാ ഫൽയുസല്ലിഹാ ഇദാ ദക്കറഹാ. ആരെങ്കിലും നിസ്കരിക്കാതെ ഉറങ്ങിപ്പോയി നിൽക്കുക, അല്ലെങ്കിൽ അവൻ നിസ്കരിക്കാൻ മറന്നുപോയി, എന്നാൽ അത് ഓർമ്മ വന്നാൽ നിസ്കരിക്കട്ടെ എന്ന ഹദീസ് ഉണ്ട്. ആ ഹദീസ് സുന്നത്തും ഫർളക്കപ്പെട്ട്. അതിന് പറഞ്ഞ വലിയന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ഖളാ ബഅദ ശംസി റകഅത്തൈൽ ഫജ്രി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് ഒരിക്കൽ സുബ്ഹി നിസ്കാരം ഖളാ ആയില്ലേ? റസൂലുള്ളാഹിക്കും സഹാബത്തിനൊക്കെ ഖളാ ആയി. ഒരു യാത്ര കഴിഞ്ഞ് തിരിച്ചു വരികയായിരുന്നു അല്ലേ? ആ സമയത്ത് ബഹുമാനപ്പെട്ട ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി പറഞ്ഞു, എന്ത് ബിലാൽ, അജി ഉറങ്ങണ്ട, ഞങ്ങളൊക്കെ ഒന്ന് ഉറങ്ങട്ടെ, നീ ഉറങ്ങണ്ട, നീ ഫജ്ർ സാദിക്ക് ഒളിവാണത് നോക്കിയിരിക്കണം, ഫജ്ർ സാദിക്ക് ഒളിവായ ഞങ്ങളെ വിളിച്ചു ഉണർത്തണം എന്ന് പറഞ്ഞ് ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹുവിനോട്. അതൊരു യാത്രാ സംഘം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് അത്. ഒരു യാത്രാ സംഘം ഉണ്ട് നിൽക്കുക. അപ്പൊ അതിൽ എല്ലാവരും കൂടി കിടന്നുറങ്ങല്ല. അതിൽ ചില ആളുകളെ ഉറങ്ങരുതെന്ന് പറയണം. അവരെന്താ? അവര് ഫജ്ർ സാദിക്ക് ഒളിവായാൽ
സുബിഹായാൽ വിളിച്ചുണർത്തണം അവർ. അതുപോലെ തന്നെ വല്ല കള്ളന്മാരോ മറ്റൊക്കെ ഇവരെ മുതലുകളൊക്കെ അപഹരിച്ചു പോകണ്ടോ എന്നൊക്കെ നോക്കാനൊക്കെ വേറെ കുറച്ച് ആളുകൾ വേണ്ടതാണ് അല്ലേ. അത് വേണം. എല്ലാവരും കൂടി ഇങ്ങനെ കൂർക്കം വെച്ച് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ വന്നാല് അവരുടെ യാത്ര ആവശ്യമായ സാധനങ്ങളൊക്കെ വേറെ ആരെങ്കിലും ചിലപ്പോൾ എടുത്തു പോയിട്ടുണ്ടാവും. അപ്പൊ അതൊക്കെ യാത്രാ സംഘം ശ്രദ്ധിക്കേണ്ടുന്ന വിഷയങ്ങളാണ്. ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി പറഞ്ഞു, എന്ത് നീ ഉറങ്ങണ്ട, നീ പിന്നെ സുബിഹായ ഞങ്ങളെ വിളിച്ചുണർത്തണം. അങ്ങനെ എല്ലാവരും ഓരോ അവിടെയും ഇവിടെയൊക്കെ തന്നെ മരുഭൂമിയിലല്ലേ, പല സ്ഥലങ്ങളിലും ഇങ്ങനെ ഇതൊക്കെ വിരിച്ചിട്ട് അവനെ പലരും കിടന്നുറങ്ങി. ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു ഒരു മരത്തിമെടുത്ത് ചാരി അങ്ങനെ ഇരുന്ന് ഫജ്ർ സാദിക്ക് ഒളിവാകുണ്ടോ നോക്കിയിട്ട് അങ്ങനെ മൂപ്പരെന്ത് ചെയ്ത് അങ്ങാണ്ട് ഉറങ്ങിപ്പോയി. അദ്ദേഹം ബിലാൽ മുഅദ്ദിനോട് ഉറങ്ങിപ്പോയി. പിന്നെ എപ്പോഴാ ഉണർന്നിച്ചണ്ട, വെയിൽ ഉദിച്ച് ആ വെയിലിന്റെ കിരണങ്ങൾ അതിന്റെ ചൂട് മുഖത്തിങ്ങനെ തട്ടുമ്പോഴാണ് ഉണരുന്നത്. പടച്ചോനെ ഉണർന്നു നോക്കുമ്പോഴല്ലേ പടച്ചോനെ അള്ളാന്റെ റസൂലിന്റെ ഒരു കാര്യം ഏൽപ്പിച്ചിട്ട് ഞാനിപ്പോ ചെയ്തില്ലല്ലോ, വല്ലാത്ത വിഷമായി. അങ്ങനെ ബഹുമാനപ്പെട്ട റസൂൽ, അതിലൊക്കെ വലിയ പാഠമുണ്ടല്ലേ, അതിലൊക്കെ ഒരു വലിയ പാഠമുണ്ട്. നിസ്കാരം അങ്ങനെ ഖളാ ആയാൽ എന്ത് ചെയ്യണമെന്ന് പഠിപ്പിക്കേണ്ടതുണ്ടല്ലോ ഇവിടെ. റസൂലുള്ളാഹിക്കും സഹാബത്തിനൊക്കെ സുബ്ഹി ഖളാ ആയി. അപ്പൊ സുബ്ഹി ഖളാ ആയതിനു ശേഷം എന്ത് ചെയ്ത് റസൂലും സഹാബത്തൊക്കെ അവിടുന്ന് കുറച്ച് മറ്റൊരു സ്ഥലത്തേക്ക് നീങ്ങി അവിടെ പോയതിനു ശേഷം അവിടെ വെച്ച് ആ സുബ്ഹിയും ഖളാ ആയി. ആ സുബ്ഹിന്റെ മുമ്പത്തെ സുന്നത്തും നിസ്കരിച്ചു എന്നാ. അപ്പൊ സുബ്ഹിയെ ഖളാ കൂട്ടി, സുബ്ഹിന്റെ മുമ്പത്തെ സുന്നത്തും ഖളാ കൂട്ടി. അപ്പോൾ എന്ത് മനസ്സിലായി അതിൽ നിന്ന്? ഫർള് നിസ്കാരം മാത്രമല്ല, വഖ്ത് നിശ്ചയിക്കപ്പെട്ട സുന്നത്ത് നിസ്കാരവും ഖളാ ആയാൽ ഖളാ കൂട്ടൽ സുന്നത്താണ് എന്ന കാര്യം മനസ്സിലായല്ലോ. അതാണ്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ അസ്ർ ഖളാ ആയല്ലേ, അസ്ർ ഖളാ ആയിട്ടുണ്ട്. അപ്പൊ ആ അസ്റും റസൂലുള്ളാഹി ഖളാ കൂട്ടിയിട്ടുണ്ട്, അസ്റിന്റെ മുമ്പത്തെ സുന്നത്തും ഖളാ കൂട്ടിയിട്ടുണ്ട്. അല്ല വബഅദൽ അസ്രി അർറകഅതൈൻ ലതൈനി ബഅദൽ ളുഹ്രി, അല്ല അത് മാത്രമല്ല ളുഹ്റിന്റെ ശേഷമുള്ള ളുഹ്റിന്റെ ശേഷമുള്ള സുന്നത്തും ഖളാ കൂട്ടിയിട്ടുണ്ട് റസൂലുള്ളാഹി അസ്റിന്റെ ശേഷം. അങ്ങനെയാണ് അസ്ർ ഖളാ എന്നുള്ളതല്ല. അസ്ർ ഖളാ ആയിട്ടുണ്ട് ഒരു ദിവസം അല്ലേ, അത് വേറൊരു സംഭവമാണ്. യുദ്ധത്തിൽ ഏർപ്പെട്ട് അങ്ങനെ അന്ന് അസ്ർ മല അല്ലാഹു ബുയൂതഹും വഖുബൂറഹും നാറാ എന്നൊക്കെ പറഞ്ഞല്ലോ. അത് യുദ്ധാവസരത്തിൽ എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത് എന്ന ആയത്തിറങ്ങുന്നതിന് മുമ്പാണ്. ഇപ്പൊ അങ്ങനെ വിഷയല്ലേ, ഒരാൾ ശത്രുക്കളുമായി ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുകയാണ്, അപ്പോഴും നിസ്കരിക്കാനുള്ള രൂപം വിവരിച്ചു തന്നിട്ടുണ്ട് അല്ലാഹു തആല ഖുർആനിൽ. ഏതായാലും ശരി, യുദ്ധത്തിൽ ഏർപ്പെട്ടത് കാരണം, ഒരിക്കൽ ശത്രുക്കളുമായി ഉള്ള ഏറ്റുമുട്ടലിൽ ഏർപ്പെട്ടത് കാരണം അസ്ർ ഖളാ ആയിട്ടുണ്ട്. അതല്ല വിഷയം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ളുഹ്റിന്റെ ശേഷമുള്ള സുന്നത്ത് നിസ്കാരം അസ്റിന്റെ ശേഷം ഖളാ കൂട്ടിയിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് മനസ്സിലായി എന്ത്, സുന്നത്ത് നിസ്കാരം ഖളാ കൂട്ടൽ സുന്നത്താണ് എന്ന്. റവാഹുമാ മുസ്ലിമുൻ വഗൈറുഹു വലി ഖബരി അബീ ദാവൂദ് ബിസ്നാദിൻ ഹസൻ മൻ നാമ അൻ വിത്രിഹി. ഒരു ഹദീസ്, വേറെ ഹദീസുണ്ട്, വിത്ർ നിസ്കരിക്കാതെ ഒരാൾ എന്ത് ചെയ്തു ഉറങ്ങിപ്പോയി. ഔ സുന്നത്തിഹി, അല്ലെങ്കിൽ വിത്ർ എന്നല്ല, ഇനി ഏതെങ്കിലും സുന്നത്ത് നിസ്കാരം നിസ്കരിക്കാതെ ഒരാൾ ഉറങ്ങിപ്പോയി നിൽക്കുക. എന്നാൽ ഫൽ യുസല്ലി ഇദാ ദക്കറഹു, ആ ഉറക്കിൽ നിന്ന് ഉണർന്ന് അങ്ങനെ ഓർമ്മ വന്നതിന് ശേഷം എന്ത് ചെയ്യട്ടെ, അത് അവൻ നിസ്കരിക്കട്ടെ എന്ന ഹദീസുമുണ്ട്. അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്ത. ഈ ഹദീസുകളുടെ അടിസ്ഥാനത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവർത്തിച്ചല്ലോ, അതിന്റെ അടിസ്ഥാനത്തിൽ സുന്നത്ത് നിസ്കാരങ്ങളിൽ വഖ്ത് നിശ്ചയിക്കപ്പെട്ടത് ഖളാ ആയി പോയാൽ ഖളാ കൂട്ടൽ സുന്നത്താണ് എന്ന് നമ്മുടെ ഫുഖഹാക്കൾ പറയാൻ. നേരെ മറിച്ച് ഐ ലാ യുൻദബു ഖളാഉ നഫ്ലിൻ ദീ സബബി, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, കാരണം ഉള്ള സുന്നത്ത് നിസ്കാരമാണ്, എന്നാൽ ഖളാ കൂട്ടൽ സുന്നത്തുമില്ല. ഏതുപോലെ ഇസ്തിസ്ഖാ, മഴയത്തടി നിസ്കാരം, അതുപോലെ തന്നെ ഗ്രഹണ നിസ്കാരം, തഹിയ്യത്ത് നിസ്കാരം, ഇതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞത്. വേറെ ഉസ്താദെ, തലയിൽ കറുപ്പ് കളർ അടിക്കുന്നതിന്റെ വിധി എന്താണ്? ഏത് മദ്ഹബിലാണ് അനുവദനീയം? തലയിൽ കറുപ്പടിക്കല് ഹറാമാണ്. നമ്മുടെ മദ്ഹബിലെ പ്രബലമായ മുഅ്തമദായ അഭിപ്രായം അനുസരിച്ച് ഹറാം. തലയിലും താടിയിലൊക്കെ കറുപ്പ് കളർ കൊടുക്കുക അത് ഹറാമാണ്. അനുവദിക്കപ്പെടുന്ന സമയം യുദ്ധം മാത്രമാണ്. യുദ്ധത്തിൽ പങ്കെടുക്കുന്ന യോദ്ധാക്കളാണെങ്കിൽ തലയിലും താടിയിലൊക്കെ എന്ത് ചെയ്യുക, കറുപ്പ് കളർ കൊടുക്കാം. അല്ലാത്ത സന്ദർഭങ്ങളിൽ പിന്നെ തലയിലും താടിയിലൊന്നും കറുപ്പ് കളർ കൊടുക്കാൻ പാടില്ല. മൈലാഞ്ചറിൽ സുന്നത്താണ് അല്ലേ, ചുവപ്പോ അല്ലെങ്കിൽ മഞ്ഞ ഒക്കെ കളർ കൊടുക്കാൻ, കറുപ്പ് കൊടുക്കാൻ പാടില്ല. അതാണ് ഷാഫി മദ്ഹബ്, പ്രബലമായ അഭിപ്രായം ഷാഫി മദ്ഹബിൽ അങ്ങനെയാണ്. എന്നാൽ മറ്റ് 3 മദ്ഹബുകളും, മാലിക്കി മദ്ഹബും ഹംബലി മദ്ഹബും ഹനഫി മദ്ഹബും 3 മദ്ഹബും തൻസീഹിന്റെ കറാഹത്ത് മാത്രമാണ്, ഹറാമില്ല എന്നാണ്.
അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. വേറെ ആദരവിന് വേണ്ടി മരണപ്പെട്ടവരുടെ ഫോട്ടോ കൊണ്ട് നടക്കുന്നതിന്റെ വിധി എന്താണ്? ആദരവിന് വേണ്ടി നല്ല ഫോട്ടോ, അത് ഫോട്ടോ എടുക്കുന്നത് കൊണ്ടോ അത് സൂക്ഷിച്ചു വെക്കുന്നത് കൊണ്ടോ വിരോധമൊന്നുമില്ല. നേരെ മറിച്ച് പ്രതിമ ഹറാമാണ്. മരിച്ച ആളാവട്ടെ ഹയാത്തുള്ള ആളാവട്ടെ പ്രതിമ ഉണ്ടാക്കുക, 6 ഭാഗങ്ങളുള്ള മുകൾ ഭാഗവും താഴ്ഭാഗവും വലഭാഗവും ഇടഭാഗവും മുൻഭാഗവും പിൻഭാഗവും ഒക്കെ ഉള്ള പ്രതിമ, ആ പ്രതിമ ഉണ്ടാക്കൽ ഹറാമാണ്. അത് മരിച്ചവരാരും ശരി ജീവിച്ചിരിക്കുന്നവരാരും ശരി. നേരെ മറിച്ച് ഫോട്ടോ ആണ്, അതുകൊണ്ട് വിരോധമൊന്നുമില്ല. എന്നാലും ചെയ്യാതിരിക്കാനാണ് ഉത്തമം. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. ചുങ്കത്തറയിൽ ഈ വർഷം ആരംഭിക്കുന്ന ദാറുൽ ഇഹ്സാൻ വാഫി കോളേജിലെ വൈസ് പ്രിൻസിപ്പാളായി നാളെ നമ്മുടെ അൽ-ഇസ്തിഖാമ ഇന്നലെ പിഎൻ ചെയ്താണ്. ഞാൻ ഇവിടെ പേസ്റ്റ് ചെയ്ത് വെച്ചാണ്. ദുആ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടത് കൊണ്ട് ഇവിടെ പേസ്റ്റ് ചെയ്ത് വെച്ചാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ ഇൽമിലും പ്രവർത്തനങ്ങളൊക്കെ ബർക്കത്ത് പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ അൽ-ഇസ്തിഖാമയിൽ നമുക്ക് വേണ്ടപ്പെട്ട കുട്ടിയാണില്ലേ, കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ അഡ്മിനാണ്, വളരെ സജീവവുമാണ്. അൽ-ഇസ്തിഖാമ ഇനിയും ശ്രമിക്കുകയാണെങ്കിൽ ഇനിയും ഉയരങ്ങളിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. അങ്ങനത്തെ വ്യക്തിയാണ് അൽ-ഇസ്തിഖാമ. മിസ്അബ് വാഫി, പേര് വളരെ ഉഷാറുണ്ടല്ലേ, മിസ്അബ്. ഒരു മിസ്അബാണ്, വാഫിയാണ്. പിന്നെ സംസാരമൊക്കെ വളരെ ഉഷാറാണ്. അറബി ഭാഷയിലൊക്കെ നല്ല കഴിവുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ നല്ല ശ്രമിക്കുക. ഇനിയും ഒരു സ്ഥലത്ത് വൈസ് പ്രിൻസിപ്പാളൊക്കെ ആയിട്ട് ജോലി കിട്ടി, അതുകൊണ്ട് മാത്രം അവർ ധാരാളം വായിക്കുക, ധാരാളം പഠിക്കുക. അപ്പോ അതുപോലെ തന്നെ ഉയരങ്ങളിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി ശ്രമിക്കുക, ദുആ ചെയ്യുകയും ചെയ്യുക. അപ്പൊ ഇൻഷാ അല്ലാഹ് വളരെ ഉന്നതനാകാൻ സാധിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉന്നതനാക്കട്ടെ, അല്ലാഹു വളരെ ഉയരങ്ങളിൽ എത്തിക്കട്ടെ. ദീനിനും കുടുംബത്തിനും അദ്ദേഹത്തെ കൊണ്ട് വലിയ ഗുണം അല്ലാഹു നൽകട്ടെ. ആമീൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉസ്താദെ, വയറിന് നല്ല സുഖം പോരാ, ഷിഫാക്ക് ദുആ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സുഹൃത്ത് ചെയ്യാൻ ചെയ്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് പൂർണ്ണ ശിഫ നൽകട്ടെ. അല്ലാഹുവിന്റെ മഹദായ ഫള് കൊണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ടും പൂർണ്ണ ശിഫ അദ്ദേഹത്തിന് പ്രദാനം ചെയ്യട്ടെ. ആമീൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ്. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. ഭാര്യക്ക് കഫാറത്ത് ഇല്ല എന്നത് നീതി കേടായി തോന്നുന്നില്ലേ? ആ തെറ്റിൽ രണ്ടാളും സമന്മാർ അല്ലേ? ഭാര്യയുടെ നിർബന്ധ പ്രകാരമാണെങ്കിൽ പ്രത്യേകിച്ചും. ഭാര്യക്ക് കഫാറത്ത് കൊടുക്കാൻ അവർക്ക് കഴിവുണ്ട്. ഇവിടെ കഫാറത്ത് നടന്നാൽ മതിയല്ലേ? ഭാര്യ ഒരു ജിമാഅ് ഉണ്ടാകാനേ ആണും പുരുഷനും വേണം. റമദാനിൽ നോമ്പുകാരനായിരിക്കെ പിന്നെ ഭാര്യയുമായി ബന്ധപ്പെട്ടു, സംയോഗം ചെയ്തു, എന്നാൽ നോമ്പ് ഖളാ വീട്ടണം. അതിന് പുറമെ അവൻ ഒരു അടിമയെ മോചിപ്പിക്കണം. അതിന് സാധിക്കൂലെങ്കിൽ 60 ദിവസം 2 മാസം 60 ദിവസം എന്നല്ല 2 മാസം തുടർച്ചയായി നോമ്പ് നോൽക്കണം. അതിന് സാധിക്കൂലെങ്കിൽ 60 മിസ്കിന്മാർക്ക് ഭക്ഷണം നൽകണം എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അത് ആർക്കേ നിർബന്ധമുള്ളൂ? പുരുഷനെ നിർബന്ധമുള്ളൂ, സ്ത്രീക്ക് നിർബന്ധമില്ല. അത് നീതിക്കേടല്ലേ എന്നപ്പോ ചോദ്യം. അത് നീതിക്കേടാണോ അല്ല തീരുമാനിക്കേണ്ടത് ശാരിഅയാണ്. നമ്മളാ നീതികേടും ശാരി കൽപ്പിക്കുന്ന അല്ലേ? അള്ളാഹു അവന്റെ റസൂലും കൽപ്പിക്കുന്ന കാര്യം ചെയ്യാന്നില്ല. നമുക്കൂടെ നീതി അനീതി നോക്കാൻ നടക്കല്ല. അള്ളാഹുത്തിന്റെ കൽപ്പിക്കുന്നൊക്കെ നീതിയാണ് അല്ലേ? അള്ളാഹു അനീതി ചെയ്യുന്നവനല്ല. അള്ളാഹു തആലയുടെ കൽപ്പന സ്വീകരിക്കുക, അതാണ് നമ്മുടെ ബാധ്യത. അള്ളാഹു സുബ്ഹാനഹു വ തആല പുരുഷന് കൂടുതൽ ബാധ്യത നൽകി, സ്ത്രീനെ പലതും ഒഴിവാക്കിയിട്ടുണ്ട്. അത് അള്ളാഹു തആലയുടെ കാരുണ്യല്ലേ? അതല്ല അള്ളാഹു തആലയുടെ കാരുണ്യല്ലേ? സ്ത്രീക്ക് ജുമുഅ നിർബന്ധമില്ല, പുരുഷന് ജുമുഅ നിർബന്ധമാണ്. സ്ത്രീക്ക് പള്ളിയിൽ പോവല് പുരുഷനുള്ളത് പോലെ മുഅക്കദായ സുന്നത്തല്ല, വളരെ ബലപ്പെട്ട സുന്നത്തല്ല പുരുഷനുള്ളത് പോലെ. നേരെ മറിച്ച് പുരുഷൻ അതാണ്. പുരുഷൻ അതിന് പൂർണ്ണ പ്രതിഫലം കിട്ടണമെങ്കിൽ പള്ളി തന്നെ പോകണം. സ്ത്രീക്കോ വീട്ടിൽ നിസ്കരിച്ചാലും മതി. അങ്ങനെ എന്തെല്ലാം ഘടകം അവൾക്കുണ്ട്. അവളോട് എത്ര കാരുണ്യാണ് അള്ളാഹു തആലക്ക് ഉള്ളത് അല്ലേ? അതുപോലെ റംസാനില് അവള് നിർബന്ധിച്ചിട്ട് അവളെ പിടിച്ച് തള്ളിയിട്ട് അവള് ചെയ്യിപ്പിച്ചാണ്. എന്നാലും കഫാർത്ത് കൊടുക്കണം ആരാണ്? പുരുഷൻ കഫാർത്ത് കൊടുക്കണം. അവളാണെങ്കിലോ ഓളാ സുഖം അനുഭവിച്ചിട്ടില്ലേ, അവൾക്ക് കഫാർത്തില്ല. സംഗതി അവനെ പിടിച്ച് തള്ളിയിട്ടിട്ടേ അവള് പിന്നെ ചെയ്യിപ്പിച്ചതാണ്. എന്നാലും ശരി, കഫാർത്ത് അവനാ കൊടുക്കേണ്ടത്, ഇവനല്ല. എന്താ അത് ഓനാണെങ്കിൽ അങ്ങനെ ചെയ്യാൻ ആണാവണേ, അവനാണാവണേ. അപ്പൊ ഏതായാലും ചെയ്യാ, കഫാർത്ത് അവൾക്കില്ല, പുരുഷനാ നിർബന്ധമുള്ളൂ. അത് അവളുടെ പല ബാധ്യതകളും
പല ബാധ്യതകളും അവൾക്ക് അള്ളാഹു ഒഴിവാക്കി കൊടുത്തിട്ടുണ്ട്. അവളുടെ സ്വന്തം ചെലവിനെ അവൾ നടത്തുന്നുണ്ടല്ലേ, എന്നിട്ടല്ലേ. അവൾക്ക് വിശക്കുന്നുണ്ട്, എന്നാൽ അവളുടെ കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ട് ഭക്ഷണം കഴിക്കേണ്ടതില്ല അവൾ. അതും ഭർത്താവിന്റെ കീശന്ന് കാലത്തിലാണ് അവൾ ചോറ് കഴിക്കേണ്ടത് അല്ലേ. അവളുടെ വിശപ്പടക്കേണ്ടത് അവളുടെ കീശന്ന് പൈസ എടുത്തിട്ടല്ല, എന്ന് ഭർത്താവിന്റെ കീശന്ന് കാശ് എടുത്തിട്ടാണ്. അപ്പൊ പല വിഷയങ്ങളിലും അവൾക്ക് ഇളവുണ്ട്. പുരുഷനാണ് ബാധ്യതകളൊക്കെ ഉള്ളത്. പിന്നെന്താണ് അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. റമളാനിൽ തറാവീഹിന് ശേഷം ഇമാമിന്റെ നേതൃത്വത്തിൽ ശരി ഒന്നിച്ച് നിയ്യത്ത് ചെയ്യൽ പുണ്യമുണ്ടോ? അത് പുണ്യം ഒന്നല്ല, അത് പ്രത്യേക സുന്നത്തൊന്നല്ല, അത് സുന്നത്തായതുകൊണ്ടല്ല. എല്ലാ കാര്യവും പ്രത്യേകം പുണ്യം ഉണ്ട് എന്ന് വിചാരിച്ച് ചെയ്യണമല്ല, ചില സൗകര്യങ്ങൾ നോക്കിയിട്ടാണ്. റംസാനിൽ തറാവീഹ് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഇമാം എന്ത് ചെയ്യുക, നിയ്യത്തിനെ ചൊല്ലിക്കൊടുക്കുക, വേറൊക്കെ വേണം ഏറ്റി ചെല്ലുക, അതിന് പ്രത്യേക പുണ്യമുണ്ടോ എന്നാണ്. അത് പ്രത്യേക പുണ്യമൊന്നുമില്ല എന്ന് വെച്ചാൽ അത് പ്രത്യേകമായ സുന്നത്തുള്ള കാര്യമൊന്നല്ല എന്ന്. പിന്നെ അതൊരു സൗകര്യമാണ്. ചില കാര്യങ്ങളൊക്കെ അങ്ങനെ ഉണ്ട്. ആളുകൾ മറന്നു പോവാതിരിക്കാന് തറാവീഹ് നിസ്കാരം കഴിഞ്ഞ ശേഷം എല്ലാവരും കൂടെ നിയ്യത്ത് കഴിഞ്ഞാൽ പിന്നെ ആ കാര്യം കഴിഞ്ഞ് അത് മറക്കൂലല്ലോ അല്ലേ. അങ്ങനെ മറന്നു പോവാതിരിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്യുന്നതാണ്. അതല്ലാതെ അതിന് പ്രത്യേക പുണ്യമുള്ളത് കൊണ്ടല്ല. ഇതിന്റെ വിരോധമുള്ള കാര്യമൊന്നുമല്ലല്ലോ. പിന്നെ എൻഡോസ്കോപ്പി അതല്ലേ വായിക്കല് ചെയ്താൽ നോമ്പ് മുറിയും. എന്താണ് സംഭവം? എന്ത് എൻഡോസ്കോപ്പി ആണാല് നോമ്പ് മുറിയുമോ എന്ന് ചോദ്യം. എൻഡോസ്കോപ്പി എന്താണെന്ന് അറിയണ്ട ആദ്യം. എന്താണ് സംഭവം എന്താ അറിയില്ല. ഇഞ്ചക്ഷൻ പോലത്തെ വിഷയങ്ങളൊക്കെ ആണെങ്കിൽ നോമ്പ് മുറിയില്ല. ഉള്ളിലേക്ക് കുഴലിറക്കുന്ന നോമ്പ് മുറിയും. ഉള്ളിലേക്ക് തടിയുള്ള സാധനം അങ്ങോട്ട് ഇറക്കി നിൽക്കുക തുറക്കപ്പെട്ട ദ്വാരത്തിൽ കൂടി. ക്യാമറയാണോ? ക്യാമറ ഉള്ളിൽ കടത്തുന്നുണ്ടല്ലേ. ഉള്ളിലേക്ക് വായന്റെ ഉള്ളിൽ കൂടിയൊക്കെ എന്ത് ചെയ്യാണ്, കുഴലിറക്കാണ്. നോമ്പ് മുറി. അതെ, നോമ്പ് മുറി. തുറക്കപ്പെട്ട ദ്വാരത്തിൽ കൂടിയാണ്. തുറക്കപ്പെട്ട ദ്വാരത്തിൽ കൂടി തടിയുള്ള സാധനം അകത്തേക്ക് പ്രവേശിപ്പിച്ചാൽ നോമ്പ് മുറി. അപ്പൊ അതാണല്ലേ. മലദ്വാരത്തിൽ കൂടിയാണ് ശരി, മലദ്വാരത്തിൽ കൂടിയാണ് ശരി, ഏത് കൂടിയാണ് ശരി. തുറക്കപ്പെട്ട ദ്വാരത്തിൽ കൂടി, വായൽ കൂടിയാലും വേണ്ട, മലദ്വാരത്തിൽ കൂടിയാലും വേണ്ട, ഏത് ദ്വാരത്തിൽ കൂടിയാലും ശരി, തുറക്കപ്പെട്ട ദ്വാരമാണ്. ആ ദ്വാരത്തിൽ കൂടി തടിയുള്ളൊരു സാധനം അകത്തേക്ക് കടത്തിയാൽ നോമ്പ് മുറിയും. അപ്പൊ നോമ്പ് മുറിയും. ആ നോമ്പാണ്. പക്ഷെ നോമ്പ് മുറിക്കൽ കുറ്റകരമാണോ? അല്ല. കാരണം രോഗിയാണ് അവൻ അല്ലേ. രോഗിയാണ്. ആ രോഗത്തിന്റെ ഒരു ചികിത്സ നൽകാണ് കടത്തുന്നത്. നോമ്പ് മുറിയും. പക്ഷെ ആ നോമ്പ് മുറിക്കുന്നത് കാരണമില്ല നോമ്പ് മുറിക്കാൻ പാടില്ലല്ലോ. ഒരാൾ നമുക്ക് നോമ്പ് ഖളാ വീട്ടാം എന്ന് കരുതിക്കൊണ്ട് നോമ്പ് മുറിക്കാൻ പാടില്ല, ഹറാമാണ്. അത് നമുക്ക് പിന്നെ ഖളാ വീട്ടാ വിചാരിച്ചിട്ട് നോമ്പ് മുറിക്കാൻ പാടില്ല, ഹറാമാണ്. പക്ഷെ ആ കുറ്റം അവനെന്തില്ല, നോമ്പ് മുറിക്കുന്ന കുറ്റം അവനില്ല. കാരണം അവന് മഅ്ദൂറാണ്, അവൻ ഉദ്റുണ്ട്. പക്ഷെ ഖളാ വീട്ടൽ നിർബന്ധമാണ്. കണക്കില്ലാത്ത നോമ്പ് ബാക്കിയുണ്ട്, എന്ത് ചെയ്യണം? നോമ്പ് ഖളാ വീട്ടുക, നോമ്പ് ഒക്കെ നോറ്റ് വീട്ടുക. എന്നിട്ട് കണക്കില്ലെങ്കിൽ എനിക്ക് നിർബന്ധമായ നോമ്പൊക്കെ ഞാൻ ഖളാ വീട്ടി കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുന്നവരേക്കും നോമ്പ് ഖളാ വീട്ടുക. തന്നെ അതിനൊരു കൊല്ലം ഇങ്ങനെ കണക്കെടുത്താൽ മതിയല്ലോ അല്ലെ. നിങ്ങൾക്ക് ഇത്ര വയസ്സായി, അതിന് ശേഷം ഇത്ര വർഷം ഉണ്ടായിട്ടുണ്ട്, ഏകദേശം ഇത്ര നോമ്പൊക്കെ എനിക്ക് ഖളാ ആയിട്ടുണ്ടാവും എന്നൊരു ധാരണ ഉണ്ടാവുമല്ലോ. അത്രയും നോമ്പുകൾ അവൻ ഖളാ വീട്ടുക. പിന്നെ ഓരോ നോമ്പിനും മുദ്ദ് കൊടുക്കുകയും വേണം. ഇത്രയും കാലം ഉദ്ർ കൂടാതെ പിന്തിച്ചതിന്റെ പേരിൽ ഓരോ നോമ്പിനും ഓരോ മുദ്ദ് വീതമെങ്കിലും ഖളാ പിന്നെ കഫാറത്ത് കൊടുക്കുകയും ഫിദിയ കൊടുക്കുകയും വേണം. മുഅ്തമദായ അഭിപ്രായം അനുസരിച്ച് വർഷങ്ങൾ മറിയുന്നതനുസരിച്ച് മുദ്ദിന്റെ എണ്ണവും കൂടുന്ന അല്ലേ.
ഈ റംസാനിൽ ഖളാ ആയത് അടുത്ത റംസാനിന്റെ മുമ്പായിട്ട് ഖളാ കൂട്ടണം. അല്ലെങ്കിൽ ഓരോ നോമ്പിനും ഓരോ മുദ്ദ്. പിറ്റത്തെയും റംസാന്റെ ശേഷമാണെങ്കിൽ ഓരോ നോമ്പിനും 2 മുദ്ദ് വീതം. പിറ്റത്തെയും റംസാന് ശേഷമാണെങ്കിൽ ഓരോ നോമ്പിനും 3 മുദ്ദ് വീതം. ഇത് ഇങ്ങനെ കൊടുക്കണമെന്നാണ് നമ്മുടെ മദ്ഹബിലെ പ്രബലമായ അഭിപ്രായം. എന്നാൽ അതല്ല, വർഷം എത്ര മറിഞ്ഞാലും ഓരോ നോമ്പിനും ഓരോ മുദ്ദ് മതി എന്ന അഭിപ്രായം ശാഫിഈ മദ്ഹബിൽ ഉണ്ട്. അപ്പൊ ആ അഭിപ്രായം കണക്കിലെടുക്കുമ്പോഴും ഓരോ നോമ്പിനും ഓരോ മുദ്ദെങ്കിലും കൊടുക്കണം. പിന്നെ എത്ര നോമ്പാണ് ഖളാ ഉള്ളത് വെച്ചാൽ ഖളാ ആയിട്ടുണ്ടാവുക എന്ന് അവന്റെ മനസ്സിലൊരു ധാരണ വരുമല്ലോ. ആ ധാരണ അവനൊരു ഉറപ്പ് വരുന്നവരേക്കും ഖളാ കൂട്ടുകയും വേണം. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്. ത്വലാഖ് ചൊല്ലുന്നതിൽ ഒരു ത്വലാഖ് ചൊല്ലൽ 2 ത്വലാഖ് ചൊല്ലൽ അങ്ങനെയുണ്ടോ? ഒരാൾ ഭാര്യയോട് നിന്നെ ഞാൻ ത്വലാഖ് ചൊല്ലി എന്ന് പറഞ്ഞാൽ തന്നെ ത്വലാഖ് ചൊല്ലൽ ആവില്ലേ? അതാവും. ഒരാൾക്ക് 3 ത്വലാഖിനുള്ള അവകാശമുണ്ട്. ഒരു പുരുഷന് അയാളുടെ ഭാര്യയെ 3 ത്വലാഖ് ചെല്ലാനുള്ള അവകാശമുണ്ട്. അത് 3 കൂടി അയാൾ ഒന്നിച്ച് ഉപയോഗപ്പെടുത്തി നിൽക്കുക. എന്നെ 3 ത്വലാഖും ഞാൻ ചെല്ലിന്ന് പറഞ്ഞു. എന്നാ 3 പിന്നെ അവൾ ബായിനായി. ഇനി ഒരിക്കലും അവളും അവനും തമ്മിൽ ബന്ധമില്ല. ഇനി അവളെ ഇനി വിവാഹം കഴിക്കാനും പറ്റൂല. അവന് നഷ്ടപ്പെട്ടു പോയി. നേരെ മറിച്ച് ഒരാളെന്ത് ചെയ്തു, നിന്റെ 1 ത്വലാഖ് ഞാൻ ചെല്ലിന്ന് പറഞ്ഞാൽ 1 ത്വലാഖേ ആവുള്ളൂ. ഇനി ഒന്നും പറയാതെ നിന്നെ ഞാൻ ത്വലാഖ് ചൊല്ലി എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ, എണ്ണം പറഞ്ഞില്ല. എന്നാലും 1 ത്വലാഖേ പോകുള്ളൂ. അന്ന് ഞാൻ ത്വലാഖ് ചൊല്ലിന്ന് മാത്രമേ പറഞ്ഞുള്ളൂ, അപ്പോൾ 1 ത്വലാഖേ പോകുള്ളൂ. അല്ലെങ്കിൽ നിന്നെ ഞാൻ 1 ത്വലാഖ് ചൊല്ലി അറിഞ്ഞു, എന്നാലും 1 ത്വലാഖേ പോകുള്ളൂ. അന്ന് ഞാൻ 2 ത്വലാഖ് ചൊല്ലിന്ന് അറിഞ്ഞു, എന്നാൽ 2 ത്വലാഖ് പോകും. ഇനി ഒരു ചാൻസും കൂടിയേ ഉള്ളൂ അല്ലേ? അങ്ങനെ നിന്നെ ഞാൻ 1 ത്വലാഖ് ചൊല്ലി എന്ന് പറഞ്ഞാലും 2 ത്വലാഖ് ചൊല്ലി എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ നിന്നെ ഞാൻ ത്വലാഖ് ചൊല്ലി എന്ന് മാത്രം പറഞ്ഞു. അപ്പോ നിന്നെ ഞാൻ ത്വലാഖ് ചൊല്ലി എന്ന് മാത്രം പറഞ്ഞു, ഇത്ര എണ്ണം പറഞ്ഞില്ല. അപ്പോൾ 1 ത്വലാഖേ പോകുള്ളൂ. എന്താ റഷീദ് കല്ലേരിക്ക് പറഞ്ഞത്? റഷീദ് കല്ലേരി ഇങ്ങനൊക്കെ നിങ്ങൾ നമ്മളെ കൂടി പണ്ടൊരു വിഷയം ഉണ്ടായതാണല്ലേ. എന്നിട്ട് നിങ്ങളുടെ റൂമിൽ വെച്ച് നിങ്ങളുടെ ആ റൂമിന്റെ ഉത്തരവാദപ്പെട്ട ഒരാൾ പറഞ്ഞെന്താണ്, SGV അങ്ങനെ പിന്നെ സംവാദത്തിന് തീരുമാനിച്ചാൽ അത് SGV തീരുമാനിക്കാണ്ട് വേറെ ആരുമല്ല എന്ന്. അപ്പൊ നിങ്ങൾ SGV കാരനല്ല എന്നാണ് അതിന്റെ അർത്ഥം അല്ലേ? SGVന്റെ കാര്യം തീരുമാനിക്കാൻ SGV ആണ്, വേറെ ആരുമല്ല എന്ന്. അപ്പൊ നിങ്ങളെ SGV കാരനായിട്ട് അതിന്റെ ആളുകൾ പരിഗണിച്ചിട്ടില്ല എന്നർത്ഥം. അപ്പൊ പോട്ടെ. അപ്പൊ എന്തേ പറഞ്ഞത്? അപ്പൊ തലാഖിന്റെ എണ്ണം പറയാതെ നിന്നെ ഞാൻ ത്വലാഖ് ചൊല്ലി എന്ന് മാത്രം പറഞ്ഞാൽ അവിടെ 1 തലാഖേ പോകുള്ളൂ. ഇനി 1 തലാഖ് ചൊല്ലി ഞാൻ എന്ന് പറഞ്ഞാലും 1 തലാഖ് പോകും. ഇനി 2 തലാഖ് ചൊല്ലി എന്ന് പറഞ്ഞാൽ 2 തലാഖ് പോകും. ഇങ്ങനെ 3 തലാഖും ആയിട്ടില്ല നിൽക്കുക. 3 തലാഖും ആയിട്ടില്ല എങ്കിൽ അവളുടെ ഇദ്ദക്കാലത്ത് അവളെ മടക്കിയെടുക്കാം. അവളെ ഇദ്ദണ്ടല്ലോ, ആ തലാഖ് ചെല്ലിയതിനു ശേഷം അവളുടെ ഇദ്ദക്കാലം 3 ശുദ്ധിയുടെ കാലഘട്ടം അല്ലെങ്കിൽ 3 മാസം അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അതിന്റെ കാലഘട്ടത്തിൽ അവളെ ഇവനക്ക് മടക്കിയെടുക്കാൻ, ഞാൻ നിന്നെ മടക്കിയെടുത്തു എന്ന് പറഞ്ഞാൽ മതി. വേറെ നിക്കാഹിന്റെ ആവശ്യമില്ല. ഞാൻ നിന്നെ മടക്കിയെടുത്തു, അല്ലെങ്കിൽ ഞാൻ അവളെ മടക്കിയെടുത്തു എന്നൊക്കെ അവൻ നാവുണ്ടെന്ന് പറഞ്ഞാൽ തന്നെ മതി. സാക്ഷികളും വേണ്ട. എന്നാൽ തന്നെ വീണ്ടും അവന്റെ ഭാര്യയായി. വേറെ നിക്കാഹിന്റെ ആവശ്യമില്ല. നേരെ മറിച്ച് യുദ്ധകാലം കഴിഞ്ഞ ശേഷമാണെങ്കിലോ എന്നാലും മടക്കിയെടുക്കാം. പക്ഷെ അവിടെ നിക്കാഹ് വേറെ വേണം എന്ന് മാത്രം. നേരെ മറിച്ച് 3 തലാഖും ചൊല്ലിയാലോ നിക്കാഹം ചെയ്താലും മടക്കിയെടുക്കാൻ പറ്റൂല. നിക്കാഹ് ചെയ്തുകൊണ്ട് മടക്കിയെടുക്കാൻ പറ്റുകയില്ല. പിന്നെ എന്തേ പറ്റുള്ളൂ? പിന്നെ അവനെ അവിടെ എന്ത് ചെയ്തു, വേറൊരാള് യാദർശികമായി ആ യുദ്ധകാലൊക്കെ കഴിഞ്ഞ ശേഷം അവളെ വേറൊരാൾ വിവാഹം കഴിച്ചു. അങ്ങനെ അവളും അവനും കൂടി ബന്ധപ്പെട്ടു. പിന്നെ അവളും അവനും കൂടി വേറെ പ്രശ്നമുണ്ടായി. അതിന്റെ പേരിൽ എന്ത് ചെയ്ത് അയാൾ അവളെ തലാഖ് ചൊല്ലി. അങ്ങനെ അതിന്റെയും യുദ്ധം കഴിഞ്ഞ് അതിന് ശേഷം വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇവന് അവളെ വിവാഹം കഴിക്കണമെങ്കിൽ അവൾക്ക് സമ്മതമാണെങ്കിൽ അല്ലേ, പിന്നെ സമ്മതം വേണം നോക്കണേ. പിന്നെ കിട്ടണമെങ്കിൽ അവളെ സമ്മതം വേണം. അവളെ സമ്മതത്തോടു കൂടി വേണമെങ്കിൽ അവളെ പിന്നെ കാര്യം ചെയ്യാം. അത്രേ പറ്റുള്ളൂ. പിന്നെന്താ പറഞ്ഞത്?
കണക്കില്ലാത്ത നാലവന് അസ്സലാമു അലൈക്കും വേറെ ഒരാൾ അവളെ കല്യാണം. നിങ്ങളുടെ ദുആയിൽ ഞങ്ങളെയും കൂട്ടണേ. മുഹമ്മദ് ഫാമിലി ഫ്രം ലണ്ടൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്കും. ലണ്ടനിൽ നിന്ന് ഇപ്പൊ കുറെ ആൾക്കാരുണ്ട്. ഇന്ന് രാവിലെ നമ്മുടെ കുഞ്ഞ് അല്ലേ, മുഹമ്മദ് കുഞ്ഞ് ഒരാളുണ്ടായിരുന്നു. അയാൾ ലണ്ടനിലാണ് രാവിലെ സംസാരിച്ചിരുന്നത്. ഇത് വേറെ ഫാമിലി, ഒരു ലണ്ടനിലാരാണ്, അത് വേറെ ഐഡിയ ആണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെട്ടവരിൽ നിങ്ങളെയും നമ്മെ എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തട്ടെ. ആമീൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ്. അസ്സലാമു അലൈക്കും. വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. ഇമാമിന് വുളൂ മുറിഞ്ഞാൽ എന്ത് ചെയ്യണം? സലാം വീട്ടണോ? സലാം വീട്ടൊന്നും വേണ്ട. പിന്നെ വുളൂ മുറിഞ്ഞ നിസ്കാരത്തിന്റെ ബാത്തിലായില്ലേ, പിന്നെ അവിടെ സലാം വീട്ടൊന്നും വേണ്ട. വേഗം കൈയച്ച് പോവുക, എന്നിട്ട് വന്നുണ്ടായിട്ട് വേറെ നിസ്കരിക്കുക. അവിടെ സലാം വീട്ടൊന്നും വേണ്ട. അത്തഹിയ്യാത്ത് മറന്നാൽ നിസ്കാരം ശരിയാകുമോ? അത്തഹിയ്യാത്ത്, ആദ്യത്തെ അത്തഹിയ്യാത്ത് സുന്നത്താണ്, അത് മറന്നാൽ വിരോധമില്ല. രണ്ടാമത്തെ അത്തഹിയ്യാത്തിനല്ലോ, അവസാനത്തെ അത്തഹിയ്യാത്ത്, അതിൽ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വരെ നിർബന്ധമാണ്. അത് ഓതാതെ നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാവുകയില്ല. അത് മറന്നു നിൽക്കുക. മറന്നാൽ പിന്നെ സലാം കുറ്റി കഴിഞ്ഞിട്ട് അധികം വൈകിട്ടില്ല, എന്നാൽ വേഗം അത്തഹിയ്യാത്താണ്ട് ഓതിയാൽ മതി. എന്നിട്ട് പിന്നെ സഹുവിന്റെ സുജൂദ് ചെയ്യൽ സുന്നത്തുണ്ടെന്ന് മാത്രം. നേരെ മറ്റ് സലാം കുറ്റിക്കഴിഞ്ഞ് കുറെ കഴിഞ്ഞ ശേഷമാണ് അവൻ ഓർമ്മ വരുന്നത്, എന്ത്, ഞാൻ അത്തഹിയ്യാത്ത് ഓതിട്ടില്ലല്ലോ എന്ന്. അപ്പോ നിസ്കാരം മടക്കി നിസ്കരിക്കുകയും വേണം. സലാം വീട്ടിക്കഴിഞ്ഞ് സമയം വൈകിയതിനു ശേഷമാണ് ഒരാൾ നിസ്കാരത്തിൽ അത്തഹിയ്യാത്ത് ഓതിട്ടില്ല എന്ന് ഓർമ്മ വന്നത്. ഏത് അത്തഹിയ്യാത്ത്? ആദ്യത്തെ അത്തഹിയ്യാത്തല്ല, അവസാനത്തെ അത്തഹിയ്യാത്തേ. അവസാനത്തെ അത്തഹിയ്യാത്തിൽ നിന്ന് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വരേക്കെങ്കിലും ഓതിട്ടില്ല എന്ന് അവന് ഓർമ്മ വന്നത്. എന്നാൽ അവൻ നിസ്കാരം മടക്കി നിസ്കരിക്കണം. നേരെ മറിച്ച് സലാം വീട്ടി കഴിഞ്ഞ ഉടനെ തന്നെ ഓർമ്മ വന്നാലോ, എന്നാൽ പിന്നെ വേഗം നിസ്കാരം മടക്കി നിസ്കരിക്കുന്നു വേണ്ട, അത്തഹിയ്യാത്ത് മാത്രം മതി സലാം വീട്ടുക. സഹുവിന്റെ സുജൂദ് ചെയ്യൽ സുന്നത്തുണ്ട്. സുജൂദിൽ 10 വിരലുകൾ വെച്ചിട്ടില്ലെങ്കിൽ നിസ്കാരം ശരിയാവുകയില്ലേ? 10 വിരൽ വെക്കൊന്നും വേണ്ട. രണ്ട് കൈയിന്റെയും രണ്ട് കാലിന്റെയും കൈയിന്റെയൊക്കെ വിരലുകള് പതിച്ചു വെക്കൽ സുന്നത്താണ്. എല്ലാ വിരലുകളും നിലത്ത് പതിച്ചു വെക്കൽ സുന്നത്താണ്. എന്നാൽ അല്പമെങ്കിലും വെക്കൽ നിർബന്ധവുമാണ്. 10 വിരലൊന്നും വേണ്ട, ഒരു വിരലായാലും മതി. കാലിന്റെ വിരലെ 10 വിരലും കൂടി നിലത്ത് പിന്നെ ഇങ്ങനെ പതിച്ചു വെക്കണം. വിരലിന്റെ പള്ളയിൽ വേണ്ട, ഏതെങ്കിലും ഒരു വിരലിന്റെ പള്ളായാലും മതി. അപ്പൊ രണ്ട് കാലിന്റെ വിരലുകളിൽ നിന്ന് അല്പം അത് നിലത്ത് വെക്കലാണ്. അതുപോലെ കൈയിന്റെ പിന്നെ മുഴുവൻ വെക്കണം വെക്കൽ സുന്നത്താണ്, നിർബന്ധമില്ല. അല്പമെങ്കിലും വെച്ചാൽ മതി. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. എന്റെ മോൾ 5ാം തരം പൊതുപരീക്ഷ എഴുതുകയാണ്. മാഷാ അല്ലാഹ്, പഠിക്കാൻ തരക്കേടില്ല. നല്ല ധൈര്യം കിട്ടാൻ വേണ്ടി ഉസ്താദ് ദുആ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല ധൈര്യം, നല്ല ഫഹ്മും അഖലും ഒക്കെ പ്രദാനം ചെയ്യട്ടെ. പരീക്ഷയിലൊക്കെ നല്ല ഉന്നതമായ വിജയം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകട്ടെ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. 3 വർഷമായി കാലിന്റെ അടിയിൽ വല്ലാത്ത വേദനയാണ്. രാവിലെ എണീറ്റാൽ കാൽ കുത്താൻ കഴിയാറില്ല. അസുഖം മാറാൻ ദുആ ചെയ്യണം. അതൊക്കെ എനിക്കുള്ള അസുഖങ്ങൾ തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും പൂർണ്ണ ശിഫ പ്രദാനം ചെയ്യട്ടെ. അത് അല്ലാഹു പൂർണ്ണ ശിഫ നൽകട്ടെ. اللهم اشفنا شفاء تاما لا يغادر سقما ولا ألما بحق سيدنا محمد صلى الله عليه وسلم. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. വാപ്പാക്ക് ഒരു ചെറിയ അറ്റാക്ക് കഴിഞ്ഞു. കിഡ്നി സ്റ്റോണിന്റെ വേദനയും ഉണ്ട്. ക്ലാസ് റൂമിൽ ദുആ ചെയ്യണം ഉസ്താദേ എന്ന് നമ്മുടെ ഒരു പ്രിയപ്പെട്ട ആള് PM ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് പൂർണ്ണ ശിഫ പ്രദാനം ചെയ്യട്ടെ. അല്ലാഹുമ്മ ശ്ഫിഹി ശിഫാഅൻ തഅമ്മൻ ലാ യുഗാദിറു സഖമൻ വലാ അലമ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവർക്ക് പൂർണ്ണ ശിഫ പ്രദാനം ചെയ്യുകയും അല്ലാഹുവിന്റെ ത്വാഅത്തിലായി സിഹത്തോടുകൂടി ആഫിയത്തോടുകൂടി ദീർഘായുസ്സ് പ്രദാനം ചെയ്യുകയും ചെയ്യട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ്. ളുഹാ നിസ്കാരത്തിന്
സുബ്ഹി കഴിഞ്ഞു എത്ര നേരം കഴിയണം? സുബ്ഹി കഴിഞ്ഞിട്ടില്ല, സൂര്യൻ ഉദിച്ചതിന് ശേഷം. സൂര്യൻ ഉദിച്ച ഒരു 10 മിനിറ്റ്, ഒരു 10-15 മിനിറ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ദുഹാ നിസ്കാരത്തിന്റെ സമയം പ്രവേശിക്കും. സുബ്ഹി നിസ്കാരം കഴിഞ്ഞാൽ പോരാ, സൂര്യൻ ഉദിക്കുക. സൂര്യൻ ഉദിച്ച് നമ്മുടെ ദൃഷ്ടിയിൽ ഒരു 7 മുഴം അങ്ങോട്ട് ഉയരണം. അതായത് സൂര്യൻ ഉദിച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് കൂടി കഴിയണം എന്നർത്ഥം. ഇപ്പൊ സാധാരണ ഇമാറാത്തിലൊക്കെ ഉള്ള കണക്ക് സുബ്ഹി ബാങ്ക് കൊടുത്തിട്ട് 1 മണിക്കൂറും 20 മിനിറ്റുമാണ് അല്ലേ? അതെ, 1 മണിക്കൂർ 20 മിനിറ്റുമാണ് സൂര്യ ഉദയത്തിനുള്ളത്. 1 മണിക്കൂറും 20 മിനിറ്റും. അപ്പൊ ഒരു 10 മിനിറ്റും കൂടി കഴിഞ്ഞാൽ 1.5 മണി. അപ്പൊ സുബ്ഹി ബാങ്ക് കൊടുത്ത് ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞാൽ ദുഹാന്റെ സമയമായി. പിന്നെ അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്. ഉസ്താദെ, സംസം മുക്കിയ കഫംപുട മയ്യത്തിന് ഉപയോഗിക്കുന്ന വിധി എന്താണ് എന്ന് പറയാമോ? വിരോധമില്ല, തർക്കമില്ല. സംസം വെള്ളത്തിൽ മുക്കിയ കഫംപുട കൊണ്ട് കഫൻ ചെയ്യുക അത് വിരോധമുള്ള കാര്യമല്ല. അത് ചില ആളുകളൊക്കെ ചെയ്യാറുണ്ട്. അത് ബർക്കത്തിന് ഉദ്ദേശിച്ചുകൊണ്ടാണ്. സംസം വെള്ളം ഒരു ബർക്കത്തുള്ള വെള്ളമാണ്. ആ ബർക്കത്തുള്ള വെള്ളം തട്ടിയ കഫംപുടയിൽ പൊതിഞ്ഞുകൊണ്ട് മയ്യത്ത് ഖബറിൽ വെച്ചാൽ അതുകൊണ്ട് പ്രത്യേകമായ അളവുണ്ടാകും എന്നൊക്കെ കരുതിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഏതായാലും ശരി, അത് വിരോധമുള്ള വിഷയമല്ല. അതിന്റേതായ ബർക്കത്ത് ലഭിക്കുകയും ചെയ്യും ഇൻഷാ അല്ലാഹ്. നാട്ടിൽ നിന്നും മക്കത്ത് വന്ന് മടങ്ങിയ ഒരാൾ മക്കത്ത് നിന്ന് കഫംപുട വാങ്ങി സംസം മുക്കി കൊണ്ടുപോയി. അങ്ങനെ സാധാരണ ചെയ്യാറുണ്ട്. ഇപ്പോൾ മാത്രമല്ല, പഴയ കാലത്തൊക്കെ പ്രത്യേകം ഉണ്ടായിരുന്നു. പഴയ കാലത്തൊക്കെ പ്രത്യേകിച്ചും ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ അല്ലെ, ഹജ്ജ് കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ ഒരു കഫംപുടക്കുള്ള ശീലമൊക്കെ വാങ്ങി അത് സംസമളത്തിലൊക്കെ മുക്കിയിട്ട് അതേറ്റൊക്കെ ആണ് വരിക. അപ്പൊ അത് വിരോധമുള്ള വിഷയമല്ല. പിന്നെ അത് ഒരു ബർക്കത്തുള്ള കാര്യം തന്നെയാണ്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. എളാപ്പാക്ക് ക്യാൻസർ ആണ്, ശിഫ ആകാൻ ഉസ്താദ് ദുആ ചെയ്യണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ മഹദായ ഫളൽ കൊണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും മറ്റ് നബിമാരുടെയും സിദ്ദീഖീങ്ങളുടെയും ശുഹദാക്കളുടെയും സാലിഹീങ്ങളുടെയും ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട് അദ്ദേഹത്തിന് പൂർണ്ണ ശിഫ പ്രദാനം ചെയ്യട്ടെ. ആമീൻ. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദ്, എനിക്ക് മെൻസസ് സമയം 8 ദിവസത്തോടെ പൂർണ്ണമാവാറുണ്ട്. ഇടയ്ക്ക് 8ാമത്തെ ദിവസമായാൽ ഒരു വെള്ള, ഈ പറഞ്ഞ ആളുകൾ കേൾക്കുന്നുണ്ടാവില്ല അല്ലെ? കേൾക്കുന്നുണ്ടെങ്കിൽ ഒരു എസ് അടിക്കണം. പബ്ലിക് എസ് അടിക്കണ്ട. ഈ PM-ൽ തന്നെ എസ് അടിച്ചാൽ മതി. പബ്ലിക് എസ് അടിക്കരുതേ. ഞാൻ പറഞ്ഞത് കേൾക്കണ്ട ആള്? ഈ ആളുകൂടെ ഉണ്ടാ? ഉണ്ട്, ആളുണ്ട്. അപ്പൊ ഞാൻ കാര്യം പറയുമ്പോ മനസ്സിലാക്കണം. ഇരുമിട്ടാണ് 8 ദിവസമാണ് സാധാരണ മെൻസസ് ഉണ്ടാവാറുള്ളത്. പിന്നെ സമയം മെൻസസ് 8 ദിവസത്തോടെ പൂർണ്ണമാവാറുണ്ട്. ഇടക്ക് 8ാമത്തെ ദിവസമായാൽ ഒരു വെള്ളപ്പോക്ക് പോലെ ഉണ്ടാവുന്നു. അതിന്റെ നിറം ഒരു മഞ്ഞ പോലെയാണ്. ഇങ്ങനെ 2 ദിവസം കൊണ്ട് നിൽക്കും. ഇത് എന്താണ്? അപ്പോൾ നിസ്കരിക്കാമോ? ശ്രദ്ധിക്കണം കേട്ടോ, ശ്രദ്ധിക്കണം. ഞാൻ ഈ പറഞ്ഞ ശ്രദ്ധിക്കണം. മെൻസസ് അധികരിച്ചാൽ 15 ദിവസം ഉണ്ടാകുക. ആ കാര്യം അറിയാലോ. ഹൈദിൽ നിന്ന് ഏറ്റവും ചുരുങ്ങിയത് ഒരു ദിവസമാണ്. സാധാരണ സ്ത്രീക്ക് ഹൈദ് ഉണ്ടാവുക 6, 7, 8 ദിവസങ്ങളൊക്കെ സാധാരണ ഹൈദ് ഉണ്ടാകുക. 6 ദിവസമോ 7 ദിവസമോ 8 ദിവസമോ ഒക്കെ സാധാരണ ഉണ്ടാകുക. അധികരിച്ചാൽ 15 ദിവസം ഉണ്ടാകുക. 15 ദിവസത്തിനേക്കാളും അപ്പുറം ഒരിക്കലും മെൻസസ് ഉണ്ടാവുകയില്ല. 15 ദിവസത്തിന്റെയും അപ്പുറം രക്തം കണ്ടാൽ അത് മെൻസസിന്റെ രക്തമല്ല, അത് രോഗമാണെന്ന് മനസ്സിലാക്കണം. ഇനി 15 ദിവസത്തിന്റെ ഉള്ളിലാണ് നിൽക്കുക, ഉള്ളിലാണ്, അത് ഏത് നിറത്തിലുള്ള ചോരയാണെങ്കിലും അത് മെൻസസ് തന്നെയാണ്. അപ്പൊ 8 ദിവസം ചുവന്ന ചോര പുറപ്പെട്ട് പിന്നെ 2 ദിവസം മഞ്ഞ നിറമാണ്, എന്നാലൊക്കെ അത് മെൻസസ് തന്നെയാണ്. അപ്പൊ മനസ്സിലായി നിങ്ങൾക്ക്? അത് 15 ദിവസത്തിന്റെ ഉള്ളിൽ പുറപ്പെടുന്ന ഏത് നിറത്തിലുള്ള രക്തവും അത് മെൻസസ് തന്നെയാണ്. അപ്പൊ ആ സമയത്ത് നിസ്കരിക്കാൻ പാടില്ല. കാര്യം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലെ? അതെ. അപ്പൊ 8 ദിവസം സാധാരണ ചോര പുറപ്പെട്ട് പിന്നെ 2 ദിവസം പിന്നെ നിറം കുറഞ്ഞ രക്തമാണ്, എന്നാലും അത് മെൻസസ് തന്നെയാണ്. നേരെ മറിച്ച് 15 ദിവസത്തിന്റെയും അപ്പുറമാണെങ്കിലോ, 15 ദിവസത്തിനേക്കാളും അപ്പുറം കടന്നാൽ അത് മെൻസസ് അല്ല, അത് രോഗമാണ്. അപ്പോൾ ആ സമയത്ത് നിസ്കരിക്കലൊക്കെ നിർബന്ധവുമാണ്. ഒക്കെ മനസ്സിലായി? അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, ഒരാൾ
ജീവിതത്തിൽ ഉംറ ചെയ്താൽ പിന്നെ അയാൾക്ക് ഹജ്ജ് നിർബന്ധമുണ്ടോ? അതില്ല. ഉംറ ചെയ്തു എന്നുള്ളത് കൊണ്ട് ഹജ്ജ് നിർബന്ധമാവൂല. ഒരാൾക്ക് മുതലാലും തടിയാലും വഴിയാലും ആപതുള്ള ആൾക്ക് ജീവിതത്തിൽ ഒരിക്കൽ ഒരു ഹജ്ജും ഒരു ഉംറയും നിർബന്ധമാണ്. മനസ്സിലായ? ഹജ്ജിന് പോവാനുള്ള പിന്നെ സാമ്പത്തിക കഴിവുണ്ട്, ശാരീരികമായ കഴിവുണ്ട്, വഴി സുരക്ഷിതവുമാണ്. വഴി സുരക്ഷിതമാണ്, എന്നാ പോവാനുള്ള പൈസ കണ്ടിട്ടുണ്ട്, ശരീരം കൊണ്ട് സാധിക്കും. എന്നാൽ അവന് പിന്നെ പോവേണ്ട പൈസന്റെ കൈ വേണമെന്ന് ചേട്ടാ, പോവേണ്ട മുതലെന്തേലും ഉണ്ടായാലും മതി, പറമ്പോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വിൽക്കാനൊക്കെ ഉണ്ടായാലും മതി. അപ്പോ ഏകദേശം സാമ്പത്തികമായ കഴിവുണ്ട് എന്നർത്ഥം. അപ്പോൾ അയാൾക്ക് അയാളുടെ ജീവിതത്തിൽ ഒരിക്കൽ ഒരു ഹജ്ജും ഒരു ഉംറയും നിർബന്ധമാണ്. അങ്ങനെ ഒരാളെന്ത് ചെയ്തു? ഉംറ നിർവഹിച്ചു. എന്നാൽ അവന് ബാക്കി എന്തുണ്ട്? ഹജ്ജ് ഉണ്ട്. ഞാൻ ഹജ്ജും കൂടി ചെയ്താൽ മതി, പിന്നെ അത്രേ ഉള്ളൂ. അതേ സമയത്ത് ഒരാൾക്ക് സാമ്പത്തിക കഴിവൊന്നുമില്ല, അയാളെന്ത് ചെയ്തു? ഉംറ ചെയ്തു. ഞാൻ ഉംറ ചെയ്തു എന്നുള്ളതിന്റെ പേരിൽ പിന്നെ ഹജ്ജ് നിർബന്ധമാകുമോ? ഇല്ല. അപ്പൊ ഉംറ ചെയ്തു എന്നുള്ളതിന്റെ പേരിൽ ഹജ്ജ് നിർബന്ധമാവുകയില്ല. അതേ സമയത്ത് അയാൾ ഹജ്ജും ഉംറയും നിർബന്ധമുള്ള ആളാണെങ്കിൽ മാത്രം അയാൾക്ക് പിന്നെ ഹജ്ജ് നിർബന്ധമാണ്. അത്രേ ഉള്ളൂ. മനസ്സിലായിണ്ടാവൂല അല്ലേ? പല ആൾക്കും അങ്ങനെ ധാരണ ഉണ്ട്. ഉംറ ചെയ്താൽ പിന്നെ അതിന്റെ പേരിൽ തന്നെ അവന് ഹജ്ജ് നിർബന്ധമാണ് എന്നൊരു ധാരണ ഉണ്ട്. ശരിയല്ല. മുതലാലും തടിയാലും വഴിയാലും ആവതുള്ള ആൾക്ക് ഹജ്ജും ഉംറയും നിർബന്ധമാണ്. അത്രേ ഉള്ളൂ. ളുഹാ നിസ്കാരം ളുഹർ വരെ നിസ്കരിക്കാമോ? അതെ, നിസ്കരിക്കാം. ളുഹറിന്റെ അല്പം സൂര്യൻ മധ്യരേഖയിൽ എത്തുന്നവരേക്കും സമയമുണ്ട്. അതായത് ളുഹറിന്റെ ഒരു അല്പം സമയം മുമ്പ് വരേക്കും ളുഹാ നിസ്കരിക്കാം. മുജീബ് ലണ്ടൻ എന്താണ്? അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. എപ്പോഴും തിരക്കിലാണ്, എപ്പോഴും ദുആ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്ത മുജീബ് ലണ്ടൻ അദ്ദേഹത്തിന്റെ ID എപ്പോഴും കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിൽ ഉണ്ടാവാറുണ്ട്. ചിലപ്പോഴൊക്കെ അദ്ദേഹം ഇടപെട്ട് സംസാരിക്കാറുമുണ്ട്, പലപ്പോഴും PM ചെയ്യാറുമുണ്ട്. ഇപ്പൊ തിരക്കിലാണ് എന്ന് പറഞ്ഞാണ് ദുആ ചെയ്യാൻ വേണ്ടി നമ്മളോട് ആവശ്യപ്പെട്ടിട്ടാണ്. അല്ലാഹു ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. ആമീൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ്. ളുഹാ നിസ്കാരത്തിൽ ഏതെല്ലാം സൂറത്താണ് പ്രത്യേകം സുന്നത്തുണ്ടോ? ഉണ്ട്. ളുഹാ നിസ്കാരത്തിന്റെ ആദ്യത്തെ റക്അത്തിൽ വശംസി വളുഹാഹ എന്ന സൂറത്ത് ഓതുന്ന സുന്നത്തുണ്ട്. രണ്ടാമത്തെ റക്അത്തിൽ വളുഹാ വല്ലൈലി ഓതുന്ന സുന്നത്തുണ്ട്. രണ്ടിലധികം നിസ്കരിക്കുമ്പോൾ പിന്നെ അല്ലെ ഇനി 3-4 പേർക്ക് ഇഷ്ടമുള്ള സൂറത്ത് ഓതാം. ആദ്യത്തെ റക്അത്തില് വശംസി വളുഹാഹയും രണ്ടാമത്തെ റക്അത്തിൽ വളുഹാ വല്ലൈലിയും ഓതുന്ന സുന്നത്താണ്, നിർബന്ധമല്ല. ഇനി അതറിയില്ലെങ്കിൽ ഇനി വേറെ ഏതെങ്കിലും സൂറത്ത് ഓതിയാലും മതി. ഇനി ഒരു സൂറത്തും ഓതാതെ വെറും ഫാത്തിഹ ഓതി മാത്രം നിസ്കരിച്ചാലും നിസ്കാരം സഹിയാവുകയും ചെയ്യും. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. ഫർള് നിസ്കാരം ഖളാ ഉള്ളപ്പോൾ ഒരാൾ ഉംറ നിർവഹിച്ചാൽ ഉംറ സഹിയാകുമോ? അതൊക്കെ സഹിയാകും. ഫർള് നിസ്കാരം ഖളാ ഉണ്ടാകുമ്പോൾ ഉംറ ചെയ്ത് നിൽക്കണം, ഉംറൊക്കെ സഹിയാകും. പക്ഷെ അതുകൊണ്ട് ഫർള് നിസ്കാരം ഖളാ പിന്നെ ഒഴിവാവൂല. ഫർള് നിസ്കാരം ഖളാ വിട്ടുകയും വേണം ഉംറ നിർവഹിച്ചു നിൽക്കുക. ഉംറ നിർവഹിച്ചത് കൊണ്ട് ഉംറന്റെ കൂലി കിട്ടും. ഉംറ നിർബന്ധമുള്ള ആളാണെങ്കിൽ ആ ഫർള് വിടുകയും ചെയ്യും. ഫർള് നിസ്കാരം വേറെ, ഖളാ വിട്ടുകയും വേണം. ഫർള് നിസ്കാരം ഖളാ ഉണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം ഉംറ നിർവഹിക്കാൻ പറ്റുകയില്ല എന്ന് പറയാൻ പറ്റൂല. ഇനിയും ഖളാ ജമാഅത്തായിട്ട് നിസ്കരിക്കാമോ? നിസ്കരിക്കാം. ഖളാ ആയി പോയ നിസ്കരിക്കാന്ന് മാത്രമല്ല സുന്നത്തുമാണ്. ഖളാ ആയി പോയ നിസ്കാരം ജമാഅത്തായിട്ട് ഖളാ കൂട്ടുക, അത് സുന്നത്താണ്. വേറെ ആർക്കും ഖളാ ആയിട്ടുണ്ട്, അവർ രണ്ടാളും കൂടി എന്ത് ചെയ്യുക, ഇങ്ങനെ ജമാഅത്തായി നിസ്കരിച്ച് ഖളാ കൂട്ടുക, അത് സുന്നത്ത് തന്നെയാണ്. ഇനി അതുമല്ല, ഖളാ ആയി പോയ നിസ്കാരം ഫർള് നിസ്കരിക്കുന്ന ആളെ തുറന്നുകൊണ്ട് ഖളാ കൂട്ടുക, അതും എന്നാലും പറ്റും. ഏതായാലും ശരി, ഖളാ ആയി പോയ ഫർള് നിസ്കാരങ്ങൾ ജമാഅത്തായിക്കൊണ്ട് തന്നെ ഖളാ കൂട്ടാം. ഉപ്പാക്ക് നല്ല മനസ്സ് നന്നാകാൻ ദുആ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ PM ചെയ്തിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപ്പാക്ക് നല്ല മനസ്സ് നൽകട്ടെ അല്ലേ. അള്ളാഹു സിഹത്തും ആഫിയത്തും നല്ല സ്വഭാവവും ഒക്കെ അള്ളാഹു ഉപ്പാക്ക് നൽകട്ടെ. അങ്ങനെ സന്തോഷകരമായ അവസ്ഥ ഉണ്ടാക്കി തരട്ടെ. ആമീൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ്. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, ഞാൻ എന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി, ഇദ്ദേഹം കുറച്ച് നേരത്തെ PM ചെയ്താണ്, ഞാൻ കണ്ടിരുന്നു.
അപ്പൊ മൈക്കെടുക്കേണ്ട സമയമായിരുന്നു. അതുകൊണ്ടാണ് ഇവന് PM-ലൂടെ മറുപടി നൽകാതിരുന്നത്. ഇദ്ദേഹം അവിടെ ഉണ്ടാകുന്ന കരുതുന്നു ഞാൻ. എന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി എന്നെ കൊണ്ട് കഴിയുന്ന എല്ലാം ചെയ്തു കൊടുക്കുന്നു. പക്ഷെ ഉമ്മാക്ക് എന്നെ കുറിച്ച് തെറ്റിദ്ധാരണയോടെ കാണുന്നു. എങ്കിൽ ഇതിൽ ഉമ്മാന്റെ വെറുപ്പ് ഉണ്ടാകുമോ? ഞാൻ ഇതിന് എന്ത് ചെയ്യണം? ഈ പറഞ്ഞ ആൾ ഇവിടെ ഉണ്ടെങ്കിൽ PM-ൽ രസടിക്കണേ. ഇദ്ദേഹം ഇപ്പോഴും ഞാൻ ഈ പറഞ്ഞ കേൾക്കുന്നുണ്ട? ഈ ചോദിച്ച ആളെ ഇപ്പോഴെ ഇല്ലല്ലേ? ഇനിയിപ്പോ ഇങ്ങനെ മറുപടി ഇതൊന്നുമല്ല. ഇത് കുറെ അദ്ദേഹം അവിടെ ഇല്ല. ഇപ്പൊ നോക്കട്ടെ, ഞാൻ PM-ലൂടെ കൊടുത്തോളാം. ഇനിയും കുറെ PM ഉണ്ട്. ഞാനത് ഒക്കെ പാടൊക്കെ വായിക്കാൻ ഒരുപാടുണ്ട്. കുറെ PM ഉണ്ട്. അത് ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് നാളെ ആക്കാം. ഇതുവരേക്കും പറഞ്ഞതും ചോദിച്ചതും കേട്ടതൊക്കെ അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെട്ടവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു മനസ്സിന് നല്ല സംതൃപ്തിയും അവർക്ക് സിഹത്തും ആഫിയത്തൊക്കെ പ്രദാനം ചെയ്യട്ടെ. മക്കളോട് നല്ല തൃപ്തി നമ്മുടെ മാതാപിതാക്കൾക്ക് എല്ലാവർക്കും നൽകട്ടെ. അതുപോലെ തന്നെ അവരോടുള്ള ബഹുമാനവും അവരോടുള്ള ആദരവും മക്കൾക്കും അള്ളാഹു നൽകട്ടെ. മാതാപിതാക്കളെ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന നല്ലവരിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരട്ടെ.